നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടത്തും. കണ്ണൂർ സൗത്ത് ബസാർ ഹോളി ഫാമിലി ചർച്ചിൽ പെസഹ ആചരണത്തോടനുബന്ധിച്ചുള്ള കാൽകഴുകൽ ശുശ്രൂഷകൾ നടന്നു. വികാരി ഫാദർ മാത്യു നരിക്കുഴി നേതൃത്വം വഹിച്ചു. ഇന്നേ ദിവസം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയിരുന്നു. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇടവകകളിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തുന്നത്. ഇതിൽ വൈദികർ വിശ്വാസികളുടെ കാല് കഴുകും. പുളിപ്പില്ലാത്ത അപ്പമാണ് പെസഹ പെരുന്നാളിൻ്റെ മറ്റൊരു സവിശേഷത. അന്ത്യ അത്താഴവേളയിൽ യേശുക്രിസ്തു ചെയ്തതുപോലെ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ പെസഹ അപ്പം മുറിക്കുകയും പെസഹ പാൽ കുടിക്കുകയും ചെയ്യുന്നു. ഉഴുന്നും അരിയും തേങ്ങയും പഞ്ചസാരയും ശർക്കര എന്നിവയൊക്കെയാണ് പെസഹ അപ്പത്തിൻ്റെ പ്രധാന കൂട്ട്. പ്രാദേശികമായി മറ്റു ചേരുവകകളും ചേർക്കാറുണ്ട്. തേങ്ങാപ്പാലിൽ ശർക്കരയോ തേങ്ങയോ ഒപ്പം മറ്റു ചേരുവകകളും ചേർത്താണ് പെസഹ പാൽ തയ്യാറാക്കുന്നത്. ഓശാന ഞായറാഴ്ചകളിൽ പള്ളിയിൽ നിന്ന് ലഭിച്ച കുരുത്തോല കൊണ്ടുണ്ടാക്കിയ കുരിശും അപ്പത്തിന് മുകളിൽ വെക്കാറുണ്ട്. പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം വീട്ടിലെ ഏറ്റവും മുതിർന്ന അംഗമാവും അപ്പം മുറിച്ച് മറ്റ് അംഗങ്ങൾക്ക് നൽകുന്നത്. ചില പ്രദേശങ്ങളിൽ ഇതിനോടൊപ്പം കൊഴുക്കട്ടയും ഉണ്ടാക്കാറുണ്ട്. പെസഹ അപ്പം, വട്ടയപ്പം, പുളിപ്പില്ലാത്ത അപ്പം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത്. ഈ ദിനത്തിൽ അപ്പം ഉണ്ടാക്കി അയൽവാസികൾക്കും മറ്റും നൽകുന്ന പതിവും നിലവിലുണ്ട്.